നമ്മളെ ഈ രണ്ടാമത്തെ എപ്പിസോഡിന്റെ ഭാഗത്തിൽ നമ്മൾക്ക് എങ്ങനെ ഒന്നിൽ കൂടുതലുള്ള വസ്തുക്കളെ എങ്ങനെ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിനെ കുറിച്ചൊന്ന് വിശദമാക്കിയാലും. ഓക്കെ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് മലയാള ഭാഷയിൽ ഒന്നായാലും രണ്ടായാലും നൂറായാലും ഒക്കെ അതൊക്കെ ഒരേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ ഇംഗ്ലീഷിൽ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ ഓരോ ഒബ്ജക്റ്റും എടുത്തിട്ട് ദിസ് ഈസ് എ ലെമൺ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എ ലെമൺ, ഇത് ഒരു ഒബ്ജക്റ്റിന് എടുത്തിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒബ്ജക്റ്റ് ഒന്നിൽ കൂടുമ്പോഴും ആ ഈസിനെ അങ്ങോട്ട് കളയാണ്. അപ്പൊ നമ്മളത് പറഞ്ഞ് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, പ്രശാന്ത്, ഞാൻ ചോദിക്കാം, വാട്ട് ആർ ദീസ്? Those are lemons. Those are lemons. This is a lemon. These are lemons. This is a lemon. Yes, then? Those are lemons. Yes, I can say. ഞാൻ എങ്ങനെ പറയും? These are lemons. These are lemons. This is a lemon. This is a lemon. These are Lemons. lemons. Okay. Now, Prashant, you can ask. Sir, what are those? These are eggs. These are eggs. ഓക്കെ. ഇനി അപ്പൊ ഇത് എഗ്സ് ആണെന്ന് എന്ത് ചെയ്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇനി അടുത്തത്, ഇത് എഗ്സ് ആണോ? How do you ask? എങ്ങനെയാണ് ചോദിക്കാം? ഇത് എഗ്സ് ആണോ എന്ന് ചോദിക്കണം. Are those eggs? Very good. Are those eggs? Really? Yes. These are eggs. These are eggs. ഇനി ഇത് എഗ്സ് തന്നെ അല്ലേ? സംശയം ഉണ്ടെന്ന് വിചാരിക്കാം. So how will you ask? Are in those? Are in those eggs? Yes. These are eggs. ഇതെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ. These are in eggs. These are eggs. Are in these eggs? No. Those are lemons. Lemons. Are in these eggs? Yes, sure. These are right. Those are lemons. ഞാൻ പറയുകയാണെങ്കിൽ these are eggs. Okay. These are lemons. പക്ഷെ അത് പറയുകയാണെങ്കിൽ those are lemons. Very good. Now let us think about chili, no? Okay. See, പ്രശാന്ത് കുറെ എണ്ണം കാണുന്നു വിചാരിക്കാം. ഇത് 2, 3 എന്നൊന്നും കണക്കിൽ ആയിരങ്ങളായാലും ശരി എണ്ണാൻ കഴിയും, കൗണ്ട് ചെയ്യാൻ പറ്റും, എണ്ണുന്നുണ്ട്. So how will you ask? What are those, sir? These are chilies. ഇനി നമുക്ക് സംശയം ഉണ്ട് വിചാരിക്കാം, ചോദിക്കാം എന്നോട്. Are those chilies, sir? Really? These are chilies. Yes, these are chilies. Okay. ഇനി വീണ്ടും, aren't these chilies? Yes, those are chilies. Aren't these chilies? No, those are lemons. Yes, good. These are lemons. Okay. പ്രശാന്ത് ചോദിക്കൂ. What is this, sir? Yes. Now, what are those? അപ്പൊ ഞാൻ എങ്ങനെ പറയേണ്ടത്? പ്രശാന്ത് പറയൂ. These are? Yes, കാരണം എന്റെ അടുത്തുള്ളല്ലേ. So these are cups. What's that? Okay, this is a cup. Now, what are those? Okay, these are cups. പ്രശാന്തിന് സംശയം ഉണ്ടെന്ന് എന്നോട് ചോദിക്കുന്നാല്. Are those cups? Yes, these are cups. Are in these cups? Yes, those are cups. Very good. But this is a cup. Yes, this is a cup. Is this a cup? Yes, this is a cup. Isn't this a cup? Yes, that's a cup. Good. So, aren't these cups? Yes, those are cups. Aren't these? Aren't those? എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോന്ന് അങ്ങനെയല്ലേ എന്നും ചോദിക്കാൻ പഠിക്കണം. ആണെന്ന് മാത്രം ചോദിക്കാൻ പഠിച്ചാൽ പോരാ. അപ്പൊ ഈ യെസ് എന്ന് നോ എന്ന് ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം. സോ വെറുതെ വാട്ട് ആർ ദോസ് എന്ന് മാത്രം ചോദിച്ചിട്ട് ദോസ് ആർ കപ്സ് എന്ന് പറയുന്ന രീതിയാണ് നമ്മുടെ ശീലം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വിചാരിക്കുന്നു അത് പഠിച്ചു കഴിഞ്ഞു. അവിടെ അത് പഠിച്ചുകൊണ്ട് മാത്രമായിട്ടൊരു കാര്യമില്ല. ഇത് കപ്സ് ആണോ വേണ്ടേ? ഇത് കപ്സ് ആണോ? ഇത് കപ്സ് അല്ലേ? അപ്പൊ ഇത് കപ്സ് അല്ലേ? യെസ്, ദീസ് ആർ കപ്സ്. ഇത് നമ്മൾ പല സമയത്തും നെഗ്ലക്ട് ചെയ്യുന്നു. ഈ നെഗ്ലക്ട് ചെയ്യുന്ന ഭാഗം അത്യാവശ്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റക്കാവുന്നു.
അതാണ് എന്റെ പ്രശ്നം. ഓക്കെ, ഇനി പ്രശാന്ത് ഇഷ്ടമുള്ള 2 ഒബ്ജക്റ്റ് എടുത്തോളൂ. ഓക്കെ, What are these? what are? Yes, those are onions. Those are onions. Are these onions? Yes, they are, or those are onions. നമ്മൾ ഇറ്റ് പറഞ്ഞില്ലേ, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നതായിട്ടാണ്. അപ്പം ഇറ്റിന് പകരമായിട്ട് കുറച്ചെണ്ണം ഒന്ന് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇറ്റിന്റെ സ്ഥാനത്ത് നമ്മൾ ദേ എന്നും. ഓക്കെ, പക്ഷെ ഞാൻ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ എനിക്ക് നല്ലത് those are onions. Those are onions. Those are onions. Those are 2 onions. Okay, those are 2. Those are onions. Okay, right. Now, ഇപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണുള്ളത്. So what's this? It's a mask. Right. Is this a mask? Yes, that's a mask. Okay. Isn't this a mask? Yes. Really? Right. Now, what are these? Those are masks. Are these masks? Yes. Those are masks. Good. Aren't these masks? Yeah, sure. Right. So these are masks. These are masks. This is a mask. This is a mask. These are masks. Aren't these masks? Aren't these masks? Yes. Yes. Those are. Yes, these are masks. And one more thing. Okay. Now, let us think about our dearest tomato. So, Prashanta, come on. Now, you can ask it. What are those? These are tomatoes. Are these tomatoes? Those are tomato. Okay. Is this a tomato? Yeah, that's a tomato. Isn't this a tomato? Yes, that's a tomato. Very good. Are these tomatoes? Yes, that's a. Tomatoes. Aren't these tomatoes? Those are tomatoes. Aren't these tomatoes? No, those are lemons. Aren't these tomatoes? No, sir, those are chilies. Aren't these tomatoes? Yes, those are tomato. Yes, these are tomatoes. Identifying the things. വസ്തുക്കളെ തിരിച്ചറിയുമ്പോ തന്നെ എങ്ങനെ തിരിച്ചറിയണം? നമുക്കിപ്പോ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ സാധനങ്ങളുടെയും മലയാളം വേർഡ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എണ്ണം വസ്തുക്കൾ നോക്കിയാൽ ഇംഗ്ലീഷോ മലയാളം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മലയാളം ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ മാത്രം പറയുമ്പോൾ പ്രശ്നം വരുന്നു. ഈസും ആറും വെച്ച് നമ്മൾ ഇതിനെ വേർതിരിക്കേണ്ടത്. ഈസ് ആൻഡ് ആർ വേർതിരിക്കുക മാത്രമല്ല, വി ഹാവ് ടു ആസ്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക എന്നതാണ് ഇംഗ്ലീഷിൽ വളരെ പ്രധാനം. ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ വിചാരിക്കും WH വെച്ചുള്ള ഒരു 10-14 തരം ചോദ്യങ്ങൾ. അത് മാത്രമല്ല, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ആണോ അല്ലയോ, ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ഭംഗിയായിട്ട് നടക്കുമ്പോൾ നമ്മളുടെ ഇംഗ്ലീഷ് പഠനം ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ തുടങ്ങും. മിസ്റ്റേക്ക് ഇല്ലാതെ ഫസ്റ്റ് സ്റ്റെപ്പ്, ദിസ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പാണിത്. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ടത് ഇനി ഒന്നെന്നോ രണ്ടെന്നോ അല്ലെങ്കിൽ ഒന്നെന്നോ ഒന്നിൽ കൂടുതലെന്നോ എണ്ണാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. സോ ഹൗ ഡു വി സേ ദാറ്റ്? ഓക്കെ, അങ്ങനത്തെ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം പോവാം അല്ലേ? ഓക്കെ.